Hello everyone, this is me Donaka Thomas and welcome to my channel OET Success Line. അപ്പോൾ ഞാൻ ഇവിടെ വീണ്ടും വന്നിരിക്കുന്നു നമ്മുടെ OET കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സുമായിട്ട്. അപ്പോൾ ഇന്ന് 27th ജൂൺ ഇന്ന് നമ്മുടെ ഒരു OETയുടെ എക്സാം നടക്കേണ്ടതായിരുന്നു. പക്ഷേ കുറച്ച് കോവിഡിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ കൊണ്ട് കുറച്ച് സെൻറ്റേഴ്സിലൊക്കെ അങ്ങ് ക്യാൻസൽ ആയിപ്പോയി. എന്നാലും ഇന്ന് ചില സ്ഥലങ്ങളിലൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ UK ഇന്ന് ഒരു 1:30 അതായത് ഇന്ത്യൻ ടൈമിൽ ഇപ്പം എക്സാം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും അതിൻ്റെ ഒരു ഫീഡ്ബാക്കൊക്കെ ആയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഒരു നെക്സ്റ്റ് ഡേ വരുന്നതായിരിക്കും. കഴിയുമെങ്കിൽ നാളെ തന്നെ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഈ എക്സാമിൻ്റെ ഒരു ഫീഡ്ബാക്ക് എടുത്തിട്ട് ഞാൻ നാളെ തന്നെ ആ ഒരു റൈറ്റിംഗ് ടാസ്ക്, റീഡിംഗ്, ലിസണിങ്, സ്പീക്കിംഗ് ഇതെല്ലാം പറഞ്ഞുകൊണ്ടുള്ളൊരു വീഡിയോ പെട്ടെന്ന് തന്നെ ഇനി ഇനി എഴുതാൻ പോകുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു നിമിഷം ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് നമ്മുടെ OET ലെറ്ററിൽ നമ്മൾ ഒരുപാട് പ്രിപ്പോസിഷൻസ് ഒക്കെ യൂസ് ചെയ്യേണ്ടതായിട്ട് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കറക്റ്റ് യൂസേജ് നമുക്ക് അറിയില്ല എങ്കിൽ അത് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ജസ്റ്റ് ചേഞ്ച് ചെയ്ത് പോയാൽ പോലും നമുക്ക് അതൊരു തെറ്റായിട്ട് നമുക്ക് ബി ബാൻ തന്നെ കിട്ടില്ല എന്നുള്ളൊരു ഒരു ഡൗട്ട് സ്റ്റുഡൻസിന് വരാറുണ്ട്. അപ്പോൾ അത് ശരിയാണ്. പ്രിപ്പോസിഷൻസ് കറക്റ്റായിട്ട് നമ്മൾ പ്രോപ്പർ സൈഡിൽ നമ്മളത് യൂസ് ചെയ്തില്ലെങ്കിൽ അത് വളരെയധികം പ്രശ്നമാണ്. അപ്പം നല്ല രീതിയിൽ പ്രിപ്പോസിഷൻസ് നല്ല രീതിയിൽ എങ്ങനെയൊക്കെ യൂസ് ചെയ്യാം എന്നുള്ളൊരു ക്ലാസ് ആയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഡീൽ ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം. ഓക്കെ, അപ്പോൾ പ്രിപ്പോസിഷൻസ് നമുക്ക് ഏതൊക്കെ രീതിയിൽ എവിടെയൊക്കെ ആപ്റ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം നമ്മുടെ OET ലെറ്ററിൽ. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ അറ്റ് എവിടെയൊക്കെ യൂസ് ചെയ്യാം? at 3 o'clock, at 4 o'clock, അങ്ങനെ ടൈമിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു പ്രിപ്പോസിഷനാണ് അറ്റ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിച്ച അറ്റ് ബ്രേക്ക്ഫാസ്റ്റ് എന്നൊക്കെ ഒരു ടൈം പീരീഡ് നമുക്ക് കൊടുക്കാവുന്നതാണ് അറ്റിലൂടെ. നെക്സ്റ്റ് വരുന്നത് ഓൺ മെയിൻ ആയിട്ട് നമ്മുടെ ഡേയ്സ് ആൻഡ് ഡേറ്റിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓൺ സാറ്റർഡേ, ഓൺ സൺഡേ, ഓൺ ട്യൂസ്ഡേ, അല്ലെങ്കിൽ 70 അല്ലെങ്കിൽ ഓൺ 17th ജൂൺ, ആ ഒരു രീതിയിൽ നമുക്ക് ഓൺ വെച്ചിട്ട് യൂസ് ചെയ്യാം. ഇനി നെക്സ്റ്റ് വരുന്ന ഇൻ എന്ന് മെയിൻ ആയിട്ട് എവിടെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് മനസ്സിലേക്ക് കയറി വരുന്ന ഇൻ 1992 അല്ലെങ്കിൽ ഇൻ ജൂൺ, ഇങ്ങനെ മന്ത് ആൻഡ് ഇയർ, അവിടെയാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇൻ യൂസ് ചെയ്യുന്നത്. പിന്നെ മെയിൻ ആയിട്ട് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാനുള്ളത്, നമ്മുടെ OET ലെറ്റർ എഴുതുമ്പോഴത്തേനും സ്റ്റുഡൻസിന് കൂടുതലായിട്ടും കൺഫ്യൂസ്ഡ് ആവുന്ന ഒരു കാര്യമാണ് നമ്മുടെ ബോഡി പാർട്സ് അല്ലെങ്കിൽ ഫിസിക്കൽ ആയിട്ടുള്ള ബോഡി പാർട്സിൽ നമ്മൾ യൂസ് ചെയ്യാൻ നേരത്ത് ഇന്നാണോ അറ്റാണോ ഓൺ ആണോ യൂസ് ചെയ്യേണ്ടതെന്ന്. അതിൽ ഇത്ര മാത്രം ഒന്ന് ഓർത്താൽ മതി. നിങ്ങൾ ഏത് ബോഡി പാർട്സ് എഴുതിയിട്ടുണ്ടെങ്കിലും, ഈവൻ അബ്ഡോമൻ, ഹാൻഡ്സ്, ലെഗ്സ്, ഇൻ ദ ലെഗ്, ഇൻ ദ ഹാൻഡ്സ്, ഇൻ ദ നെക്ക്, ആ ഒരു അവിടെ വേണം. ഇൻ ദ ലെഗ്, ഇൻ ദ ഹാൻഡ്സ്, ഇൻ ദ അബ്ഡോമൻ, ആ ഒരു രീതിയിൽ ഇൻ യൂസ് ചെയ്യണം. നിങ്ങൾ സ്കിൻ മാത്രം വന്നിട്ടുണ്ടെങ്കിൽ ഓൺ ദ സ്കിൻ, ആ ഒരു രീതിയിൽ സ്കിന്നിനും വേറെ ബോഡി പാർട്സിനും സെപ്പറേഷൻ ആയിട്ട് വെക്കുക. ഒന്ന് ഞാൻ പറഞ്ഞതുപോലെ തന്നെ അബ്ഡോമനോ ഏതൊരു ഫിസിക്കൽ ബോഡി പാർട്സ് നിങ്ങൾ വെക്കുവാണെങ്കിലും ഇൻ യൂസ് ചെയ്യുക. അതർ ദാൻ ദാറ്റ് നിങ്ങൾ യൂസ് ചെയ്യുവാണ് സ്കിന്ന്, ഓൺ ദ സ്കിൻ എന്ന് പറഞ്ഞ് യൂസ് ചെയ്താൽ മതി. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഇനി യൂസ് ചെയ്യാൻ പറ്റുന്ന വേറൊരു സിറ്റുവേഷനാണ് ബിഗ് ഏരിയാസ്, അതർവൈസ് കൺട്രീസ് നെയിം ഒക്കെ എടുക്കുമ്പോഴത്തേനും ഇൻ നമ്മൾ യൂസ് ചെയ്യണം. ഇൻ ഇന്ത്യ എന്നൊക്കെ പറയുന്നത് പോലെ. ഓക്കെ, അപ്പം റൂറൽ ഏരിയാസ്, വില്ലേജ് ഏരിയാസ് അല്ലെങ്കിൽ സ്മോൾ പ്ലേസസ് നമ്മൾ പറയുമ്പോഴത്തേക്കും അവിടെ അറ്റ് എന്ന് ചേർക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡീൽ ചെയ്ത ക്ലാസ് എല്ലാവർക്കും തന്നെ മനസ്സിലായെന്ന് തന്നെ കരുതുന്നു. അപ്പം മുമ്പുള്ള വീഡിയോസും എൻ്റെ കാണുക. ഞാൻ OET റിലേറ്റഡ് റൈറ്റിംഗ്, സ്പീക്കിംഗ്, ലിസണിങ്, റീഡിംഗ് എല്ലാ മൊഡ്യൂൾസിന് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ വീഡിയോസ് ചെയ്യുന്നത് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഓരോ ദിവസം നമ്മുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പം എല്ലാവരും തന്നെ കൂടുതലായിട്ടും സെൽഫ് സ്റ്റഡി ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പോൾ ഈ ഒരു ടൈമിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇല്ല, ഓൺലൈനിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരുപാടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ അപ്രോച്ച് ചെയ്യുന്നവരാണെങ്കിലും വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ആർക്കെങ്കിലും ഓൺലൈൻ ക്ലാസ് വേണമെങ്കിൽ ഞാൻ മുമ്പ് പറയാറുള്ളത് പോലെ തന്നെ എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ വാട്സപ്പ് നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഞാൻ തന്നെയായിരിക്കും ക്ലാസ് എടുക്കുന്നത്. പിന്നെ കുറച്ച് സ്റ്റുഡൻസ് ഒക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഒരു മൊഡ്യൂൾ മാത്രം എടുക്കുമോ, റൈറ്റിംഗ് മാത്രം എടുക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. ഓഫ് കോഴ്സ് ഞാൻ അത് എടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്കും അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള മൊഡ്യൂൾസ് റൈറ്റിംഗ്, സ്പീക്കിംഗ്, ലിസണിങ് ആൻഡ് റീഡിംഗ് ആണ് നമ്മൾ എടുത്തു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ആ ഒരു ക്ലാസ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.